ഇരിങ്ങോൾക്കാവിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വരും. പക്ഷേ ഒരു കനാലാണ്, ആ കനാലിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണ്. വരുമ്പോഴേക്ക് ഇത് ഇതുണ്ട, ആ കനാലിലേക്ക് വെള്ളം വരുന്നൊക്കെ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല പ്രഷറിലാണ് സംഭവം വെള്ളം വരുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ എന്താ പറയുക, ഇങ്ങനെ കയറിയപ്പോൾ നമ്മളൊരു മൂന്നാറിലേക്ക് എൻട്രി ചെയ്യണ മാതിരി. പക്ഷെ ഭയങ്കര കൂളിംഗ് ആയിരുന്നു. ആ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് ആ സൈഡിൽ കൂടിയൊക്കെ വരും, നല്ല കൂളിങ്, നല്ല ക്ലിയർ വെള്ളമുണ്ട്. ഇത് ഹായ്, മനു കടക്കടം ഫോട്ടോഗ്രാഫിയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ പെരുമ്പാവൂരിനടുത്തുള്ള ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ ഒരു അടിപൊളി വ്യൂ. ഇതാണ് വലിയൊരു കനാലാണ് ഈ പോകുന്നത്. ഈ കനാലിലൂടെ ഇതുണ്ട്, അവിടെ നിന്ന് വെള്ളം വന്നത് ഇതേപോലെ ഈ കനാലിലൂടെ. ഇത് നമ്മുടെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ കനാൽ റോഡ് തന്നെ, ആ സൈഡിൽ കൂടി വരുമ്പോഴുള്ള ഒരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഇന്നൊരു സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അവർ വരുന്നതേ ഉള്ളൂ. അപ്പോൾ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയാനായിട്ട്, ഈ സ്ഥലങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് പാസ് ചെയ്തതാണ്. നമ്മുടെ അരുൺമച്ചാന്ന് കൂടെ ഉണ്ട്. അപ്പം അവരിപ്പോൾ എത്താറായി. അപ്പം നമ്മളെന്തായാലും അമ്പലത്തിന് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ചെറിയൊരു വഴി ഇങ്ങനെ പോയിട്ടുണ്ട്, ഒരു കാടിന് നടുവായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങ് അറ്റത്തേക്ക് എന്തായാലും പോകുന്നില്ല, കാരണം വെച്ചാൽ അവിടെ ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ തന്നെ നിന്നിട്ട് അടുത്ത് തന്നെ നിന്നിട്ട് നമ്മളിവിടെ കുറച്ച് പഴുത്ത് നല്ല രസമാണ്. ഇങ്ങനെ മരങ്ങൾ അതുപോലെ കുറച്ച് കമ്പുകളൊക്കെ ഇങ്ങനെ ചരിഞ്ഞേക്കും, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പടങ്ങൾ എത്തും. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് ആ സ്റ്റെപ്പ് ഉണ്ട്, ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ കഴിയുമ്പോഴേക്കും അത്യാവശ്യം ആളുകൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഇതേപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ പല ഷൂട്ടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ 2-3 പേരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചെക്കനും പെണ്ണും അതുപോലെ നമ്മുടെ അരുൺ മച്ചാനും അവരുടെ കൂടെ 2 പേരും കൂടിയുണ്ട്. അവരുടെ കസിനാണ്, ശരത്തിൻ്റെ കസിൻസിന് 2 പേരും. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോഴേക്കാണ് അവിടെ ആ സ്റ്റെപ്പ്, അത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്താണ് ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ ഒരു പ്രത്യേകത വേറെ എന്താ അറിയുമോ? ഇപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ അവർ ഈവൻ ലൈറ്റായിരിക്കും, പക്ഷേ ഇത്തിരി മരങ്ങളിൽ കാണണം, അത് ഓവർ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു നോർമൽ ലൈറ്റായിരിക്കും. അത് നമുക്ക് ഏത് സമയം വേണം നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ ആ ഒരു നല്ല കൂളിംഗ് ആയിരിക്കും, അപ്പോൾ ടയർഡാവില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അമ്പലത്തിൻ്റെ മതകുളത്തിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു വഴിയാണ്. ഇവിടെയാണ് കുറേ സ്റ്റെപ്പും കാര്യങ്ങളുള്ളത്. ഫ്രണ്ട് ഇപ്പുറത്തെ ഫ്രണ്ട് വശം ഇവിടെയാണ് സ്റ്റെപ്പും കാര്യങ്ങളുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ ടീം ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് അപ്പോൾ നമ്മളത് ഇവിടെ ഇരുത്തി കുറച്ച് പടം എടുക്കാമെന്ന് കരുതിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി സ്പേസ് ഉണ്ടാവും. ഇവിടുത്തെ ഷൂട്ടായിട്ട് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുത്തി കുറച്ച് പടം എടുക്കാം. അപ്പോൾ ഞങ്ങളിത് അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ അടുത്താണ് ഇത്ര നേരം എടുത്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നേരെ കുറേ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു കൽവിളക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ല രസമാണ്. ഇവിടെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇന്ന സ്ഥലമൊന്നുമില്ല, എല്ലാം നല്ല ബ്യൂട്ടിയാണ്. പക്ഷെ നമ്മളെ അത് കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ.